ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നീർദോശ ഉണ്ടാക്കുകയാണ്. അതിന് ആയിട്ട് നമുക്ക് ഒരു പിടി നാളികേരം ചിരകിയതും 1 ഗ്ലാസ് അരിപ്പൊടിയും പാകത്തിന് ഉപ്പും, ഇത് മാത്രമാണ് ഇതിന് വേണ്ട ചേരുവകൾ കേട്ടോ. വേറെ ഒന്നും ഇതിൽ ചേർക്കാനില്ല. അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. അരച്ചതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അരയ്ക്കുക. അതിന് ശേഷം നമുക്ക് ആ മാവിനെ ഒന്ന് ലൂസാക്കാനായിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിനെ ലൂസാക്കി എടുക്കണം. അങ്ങനെ ലൂസാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ ഓരോന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഒരേ തവി മാവ് എടുത്തൊഴിച്ച് നല്ലോണം ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം. അങ്ങനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് 4 ഭാഗം ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെയാണ് നീർദോശയ്ക്ക് എടുക്കൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് കൊടുക്കരുത്. ഇപ്പോൾ തലേ ദിവസം പച്ചരി കുതിർത്തി അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല ഇതിന്. നമുക്ക് രാവിലെ എണീറ്റതിന് ശേഷം അരിപ്പൊടി എടുത്ത് അരിപ്പൊടി 3 കൂട്ടം കൂടി അരച്ച് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം. മുന്നുണ്ടാക്കി കുതിർക്കാനൊന്നും വെക്കണ്ട. അതും ചിക്കൻ കറി നല്ല കോമ്പിനേഷനാണ്, അതുപോലെ സ്റ്റൂ കറിയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.